നല്ലവനും എല്ലാ തിന്മകൾക്കും മീതെ ഉന്നതനുമായ ദൈവത്തോട് നാം നിരന്തരം ബന്ധപ്പെടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ യഥാർത്ഥത്തിൽ ശക്തിപ്പെടുത്തുന്നു. ദൈവവുമായുള്ള ബന്ധം അവനിൽ വിശ്രമിക്കുവാനുള്ള ആഗ്രഹം ദിനംതോറും വർദ്ധിപ്പിക്കുന്നു. എബ്രായർ 4 ഇപ്രകാരം പറയുന്നു, ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ഇതൊരു നിത്യവിശ്രമമാണ്. നമ്മുടെ അധ്വാനവും കഷ്ടപ്പാടും അവസാനിച്ചതിന് ശേഷം വരുന്ന വിശ്രമം. നമ്മുടെ അധ്വാനങ്ങൾ എങ്ങനെ അവസാനിക്കും? നമ്മുടെ കഷ്ടപ്പാടുകൾ അവസാനിക്കുമോ? അന്തിമ യുദ്ധത്തിൽ ആരാണ് ജയിക്കുക? നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിച്ച ശ്രേഷ്ഠ മഹാപുരോഹിതൻ, നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ട യേശു പാപം ചെയ്തില്ല. ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് അടുക്കുവാനും നമുക്ക് ആവശ്യമുള്ളപ്പോൾ കരുണ കണ്ടെത്തുവാനും വഴിയൊരുക്കിയ ദൈവം. ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുവാനുള്ള വിളി വിശ്രമത്തിന് വേണ്ടിയാണ്. വഴി തെറ്റുന്നവർക്ക് സൗമ്യതയോടെ വഴി കാണിക്കുന്ന യേശു, ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി തന്നെ ബലിയായി അർപ്പിച്ച യേശു, താൻ അനുഭവിച്ചതിൽ നിന്ന് അനുസരണം പഠിച്ച് തന്നെ അനുസരിക്കുന്ന എല്ലാവർക്കും നിത്യരക്ഷയുടെ ഉറവിടമായി മാറിയ യേശു. വരാനിരിക്കുന്ന നിത്യവിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കേണ്ടത് യേശുവിലൂടെയാണ്. കുരിശു മരണത്തിലൂടെ അവൻ വിശ്രമത്തിലേക്കുള്ള വഴി തുറന്നിരിക്കുന്നു. മത്തായി 11 അധ്യായം അതിൻ്റെ അവസാന വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. യേശുവിൻ്റെ ഈ വിളി വിശ്രമത്തിന് വേണ്ടിയുള്ളതാണ്. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും ആശ്വാസം ലഭിക്കുവാനുള്ള വിളി. ഈ ക്ഷണം എല്ലാവർക്കും ഏറ്റെടുക്കാം. ഒരിക്കലും അവസാനിക്കാത്ത നിത്യതയിലുടനീളം ആസ്വദിക്കാൻ ഈ വിശ്രമം നമ്മെ സഹായിക്കും. ജീവിതത്തിൻ്റെ കാഠിന്യത്തിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ ഈ വിശ്രമത്തിനായുള്ള വിളി നാം കേൾക്കുക. നിങ്ങൾ തിരക്കിലാണോ? ക്ഷീണിതനാണോ? അമിതമായി ജോലി ചെയ്യുന്നുണ്ടോ? നിങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവം സംസാരിക്കുന്നു. അവൻ നിങ്ങളെ തൻ്റെ സന്നിധിയിലേക്ക് വിളിക്കുന്നു. അവൻ്റെ വിളി അനുസരിക്കൂ, വിശ്രമിക്കൂ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988221957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.